ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് സംഭവിച്ചത് ആരംഭിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ആദ്യ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുകയാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും വെള്ളക്കെട്ടുണ്ടായി. തിരുവനന്തപുരം നഗരത്തിൽ മരങ്ങൾ വീണ് പലയിടത്തും വൈദ്യുതി തടസ്സപ്പെട്ടു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കോട്ടയം മീനച്ചിലാറിൽ ജലനിരപ്പ് ഉയർന്നു. കുട്ടനാട് കൈനഗിരിയിൽ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. പുറംബണ്ട് കെട്ടി ശക്തിപ്പെടുത്താത്തതാണ് വെള്ളം കയറാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ചെളിയിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഇറങ്ങുന്നവർ നിർബന്ധമായും എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ഷഫീദ് റാവുത്തർ, ഒപ്പം വിനീത വി ജി, മനീഷ് മഹിപാൽ, ടോബി ജോൺസൺ എന്നിവർ വിവിധയിടങ്ങളിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ഷഫീദ് റാവുത്തറിലേക്ക്. ഷഫീദ്, സംസ്ഥാനത്ത് പലയിടങ്ങളിലായി ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമുണ്ട്. എന്താണ് തലസ്ഥാനത്തെ സ്ഥിതിഗതികൾ? മഴ ഏതൊക്കെ മേഖലകളിൽ ഇപ്പോഴുമുണ്ട്? ഒപ്പം തന്നെ വെള്ളക്കെട്ടിന് എന്താണ് പരിഹാരം? പ്രജിൻ, തിരുവനന്തപുരത്തെ മഴ എത്രത്തോളം ശക്തമാണ്, എത്രത്തോളം അത് രൂക്ഷമാണ്, ജനങ്ങളെ എത്രത്തോളം അത് വലച്ചു, എന്തൊക്കെ പ്രതിസന്ധി എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അതായത് ഈ റോഡെന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായിട്ടുള്ള ചാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. കുത്തുവാൾ സ്ട്രീറ്റ് എന്നാണ് ഈ റോഡിനെ അറിയപ്പെടുന്നത്. ഈ റോഡ് അപ്പാടെ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരത്ത് മുട്ടത്തറയാണെങ്കിലും ഈഞ്ചക്കലാണെങ്കിലും ചാക്കിയാണെങ്കിലും അതേപോലെ തന്നെ IT നഗരമായ കഴക്കൂട്ടത്തടക്കം വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായി എന്നുള്ളത് ഒരു വാസ്തവമാണ്. ആ രീതിയിൽ ജനങ്ങൾ വലയുന്ന കാഴ്ചകൾ കൂടി നമുക്ക് തിരുവനന്തപുരം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും കാണാം. അത് കച്ചവടക്കാരെ അടക്കം പൂർണ്ണമായും വലച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അല്പസമയം മുൻപ്, ഇതിന് മുൻപത്തെ ബുള്ളറ്റിൽ നമ്മൾ കണ്ടതാണ്, സാധനം വാങ്ങാൻ ചാലയിലേക്ക് എത്തിയ ഒരു വീട്ടമ്മ. ആ വീട്ടമ്മ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്തിട്ട് ഓടയുടെ മൂടി അടച്ചില്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ല. അതുകൊണ്ട് ആ ഓടയിലേക്ക് വീണു പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ ബുദ്ധിമുട്ടിലാണ് ആളുകൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചേട്ടാ, കച്ചവടമൊക്കെ ആകെ ബുദ്ധിമുട്ടിലാണോ? ഒരു കാര്യം ബുദ്ധിമുട്ടാണ്. എപ്പോ തുടങ്ങിയ മഴയാ? ഇന്ന് രാവിലെ മെനിഞ്ഞാന്ന് തുടങ്ങിയ മഴയാണ്. കടയ്ക്കകത്തൊക്കെ വെള്ളം കയറിയല്ലോ? കടയ്ക്കകത്തെല്ലാം വെള്ളം കയറി. ആളുകൾ വരുന്നുണ്ടോ? കുറഞ്ഞ ആളുകളൊന്നും വന്നില്ല. പ്രജനീതിന്റെ ഏറ്റവും വലിയ തീവ്രത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചേട്ടാ ഈ കച്ചവടക്കാരനാണ് ഇവിടുത്തെ? കഴിഞ്ഞ വർഷം ഇത്ര അധികം വെള്ളം കയറി കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷം ഇത് കെട്ടിയ ശേഷം മാത്രമാണ് ഇത്രയും വെള്ളം കയറിയത്. അതിന് മുമ്പേ വെള്ളമൊന്നുമില്ല. ഓടകളൊന്നും അടച്ചിട്ടില്ല. പലതും ഓടകൾ കംപ്ലീറ്റ് വേസ്റ്റ് കിടപ്പുണ്ട്. വേസ്റ്റിന്റെ അകത്താണ് കംപ്ലീറ്റ് വെള്ളം ഉണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ ഈ മുട്ടിന് താഴെയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഈ വെള്ളം കൂടി വരെയാണ്. അങ്ങനെ കംപ്ലീറ്റ് മാർക്കറ്റിന്റെ ഉള്ളിൽ കയറാൻ ഒരു വഴിയില്ല. ചുറ്റും വെള്ളമാണ്. ഈ കച്ചവടക്കാരാണ്, അവരോട് ആശങ്കയാണ് പങ്കുവച്ചത്. ചേട്ടാ, ഇത് സാധനം കൊണ്ട് അങ്ങോട്ട് പോകും. സാധനം കൊണ്ടുപോയാൽ ഇത് സ്മാർട്ട് സിറ്റിയുടെ അസാധ്യമായ പണിയാണ് ഇതിന് കാരണം. ഓടകൾ തമ്മിൽ ലിങ്ക് ചെയ്യാതെ കുറച്ച് ഓട പണി ചെയ്തിട്ടിട്ട് ബാക്കി ഗ്യാപ്പ് ഇട്ട് പണി ചെയ്ത് മഴയ്ക്ക് മുമ്പേ പറഞ്ഞതാണ്. ഞാൻ ഇവിടുത്തെ ചാലയിലെ വ്യാപാരിയാണ്, വ്യാപാരി വ്യവസായ സമിതിയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. എത്രയാണോ പറഞ്ഞിട്ട് അവർ അതിൻ്റെ രീതിയിൽ അതിനെ ഒരു ഉപേക്ഷ വിചാരിച്ചുകൊണ്ടാണ്. ഇത് തന്നെയാണ് ഈ വ്യാപാരി പറഞ്ഞ ഇതേ സംഭവം തന്നെയാണ് ഇക്കാര്യത്തിൽ നമുക്ക് എടുത്തു പറയാൻ. കാരണം സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം അല്ലെങ്കിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ആ സാഹചര്യം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി ചാലയിലെ വ്യാപാരികൾക്ക് എന്നുള്ളതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത്രത്തോളം ഗൗരവമാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി തിരുവനന്തപുരത്തെ മറ്റ് സ്ഥലങ്ങളിലെ കാര്യങ്ങൾ ഈ റോഡ് നിർമ്മാണം അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നേരത്തെ വാർത്തയിൽ ഇടം പിടിച്ചതാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, ഇത് വെള്ളക്കെട്ട് മാത്രമല്ല, വലിയ അപകട സാധ്യത അവിടെ ഉണ്ട്. നേരത്തെ ഷഫീദ് പറഞ്ഞതുപോലെ സ്ത്രീ അവിടെ വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ കമ്പികൾ ഉയർന്നു നിൽക്കുന്നു. അവിടെ കുഴികൾ എവിടെയാണെന്ന് പലർക്കും അറിയില്ല, ധാരണയില്ല. അപ്പോൾ ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശദീകരണമോ ഒരു പ്രതികരണവും ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? പ്രജൻ, നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ മേയർ ആര്യ രാജേന്ദ്രനൊക്കെ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അതല്ലെങ്കിൽ മഴക്കാലത്തിന് മുമ്പ് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമെന്നാണ്. പക്ഷെ അതെങ്ങും എത്തിയില്ല, പെരുവഴിയിലായി എന്നുള്ള കാര്യമാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, തിരുവനന്തപുരം നഗരത്തിലെ ചാലയിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല നഗരസഭയ്ക്കെങ്കിൽ. സ്വാഭാവികമായും അതെന്ത് നഗരസഭ എന്നുള്ളത് ചോദിക്കും. കാരണം തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടൊക്കെ നമ്മൾ എല്ലാ കാലവും എല്ലാ വർഷവും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു പോകുന്നൊരു സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഇതിന്റെ കമ്പികൾ ഇതടക്കമുള്ള കാര്യങ്ങളിൽ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അതല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കില്ലല്ലോ. ആ കാഴ്ച തന്നെയാണ് അതിന്റെ തെളിവ് എന്നുള്ള കാര്യം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് വ്യാപാരികളെ മാത്രമല്ല, ഇവിടേക്ക് സാധനം വാങ്ങാൻ വരുന്നവരെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഇത് കാണുന്ന മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തെ ആളുകളുടെ അവസ്ഥയാണ്. തലസ്ഥാന നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രം പോലും കൃത്യമായി നടപ്പിലാക്കാൻ, ഒരു ആസൂത്രണത്തോടു കൂടി അത് കൃത്യമായി പൂർത്തീകരിക്കാൻ, മഴക്കാലത്തിന് മുമ്പ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തൊരു നഗരസഭ എന്നൊക്കെ ചോദ്യമൊക്കെ സ്വാഭാവികമായും ഉയരും. അത് ജനങ്ങളുടെ ഒരു ആശങ്ക കൂടിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇക്കാര്യത്തിൽ നഗരസഭയുടെ ഔദ്യോഗിക വിശദീകരണം ഉറപ്പായും വേണം. കാരണം ചാല എന്നതിനപ്പുറത്തേക്ക്
ചാലയ്ക്ക് പരിസരത്തുള്ള മറ്റ് സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് മുട്ടത്തറയാണെങ്കിലും ഈഞ്ചക്കലാണെങ്കിലും ചാലയിലാണെങ്കിലും ഈ ചാക്കയിലാണെങ്കിലും ഒക്കെ പല സ്ഥലത്ത് കാര്യമായ രീതിയിൽ ഈ വെള്ളം കയറി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്ക് ഈ വ്യാപാരികളുടെ ഒക്കെ ഒരു അവസ്ഥയാണ് ഇതിനകത്ത് ഏറ്റവും കഷ്ടത എന്ന് പറയുന്നത്. കാരണം വ്യക്തമാണ് ദൃശ്യങ്ങളിൽ തന്നെ വലിയ വെള്ളക്കെട്ടാണ് ചാല മാർക്കറ്റിലടക്കം അവിടെ മുട്ടത്തറ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉള്ളത്. അവിടെ വലിയ ദുരിതം പ്രദേശവാസികൾ അനുഭവിക്കുന്നു. അപ്പം വ്യാപാരികളുണ്ട്, അവിടത്തെ സാധനം വാങ്ങാൻ വരുന്നവരെല്ലാം ആ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ അപകട സാധ്യത അവിടെ ഉണ്ട്. ഇനി കോട്ടയത്തേക്കാണ്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ. ടോബി, ആ മേഖലയിൽ വലിയ മഴ ഉണ്ട് എന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? കുഴപ്പമില്ല. മഴ ഇടവിട്ട് ശക്തമായി പെയ്യുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. 3 ദിവസം റെഡ് അലേർട്ട് ആയിരുന്നു. അതിൻ്റേതായിട്ടുള്ള ശക്തിയുള്ള മഴകളൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ രാത്രി കാലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പല സ്ഥലങ്ങളിലും, അത് എടുത്തു പറയേണ്ടത് കിഴക്കൻ മേഖലയിലാണ്. പാല, ഈരാറ്റുപേട്ട, അതുപോലെ തന്നെ മുണ്ടക്കയം, തീക്കോയി തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ലൈവിന് വേണ്ടി നിൽക്കുമ്പോൾ അതിശക്തമായി മഴ പെയ്തു. പക്ഷേ പെട്ടെന്ന് മഴ ഇല്ലാതാകുന്ന, മഴ തോരുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. മീനച്ചിലാറ്റിൽ എന്തായാലും ഈ 2 ദിവസത്തെ മഴ കൊണ്ട്, രാത്രികാലങ്ങളിലെ മഴ കൊണ്ട് ജലനിരപ്പ് അല്പം ഉയർന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് വന്നു. ജലനിരപ്പ് കിഴക്കൻ മേഖലയിൽ, മീനച്ചിലാറിൻ്റെ കിഴക്കൻ മേഖലയിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. അല്ലാതെ മറ്റ് നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ മഴക്കെടുതികളോ ഒന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴ പല സ്ഥലങ്ങളിൽ ലഭിക്കുന്നുണ്ട്. കിഴക്കൻ മേഖലയിൽ വ്യത്യസ്തമായിട്ട് സ്ഥിരമായി രാത്രികാലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. ഇതൊഴിച്ചു നിർത്തിയാൽ മഴക്കെടുതികളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. റെഡ് അലേർട്ട് ആയതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി നൽകിയിട്ടുണ്ട്. കൺട്രോൾ റൂം താലൂക്ക് കേന്ദ്രീകരിച്ച് തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ നമ്പറുകളിൽ ബന്ധപ്പെടാനാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മലയോര മേഖലകളിലേക്കുള്ള യാത്രയ്ക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാർമല വെള്ളച്ചാട്ടമുണ്ട്, അരുവിയുണ്ട്, അവിടെ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഇന്നലെ ഏർപ്പെടുത്തിയിരുന്നു. ഇതല്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി രാത്രികാലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ഇങ്ങനെ പെയ്യുന്നത് കൊണ്ട് തന്നെ നെല്ല് സംഭരിക്കാത്ത ചില കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് ഉള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രജിൻ. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്ക് പോകുന്നു. വിനീത VG അവിടെ നിന്നും തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. വിനീത, ഈ കോട്ടയത്തെ സാഹചര്യം കണ്ടില്ലേ? പെട്ടെന്ന് ശക്തമായ മഴ പെയ്യുക, അത് പോവുക, അങ്ങനെ ഇടവിട്ടാണ് മഴ പെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ മറ്റൊരു സാഹചര്യമാണ്. മണിക്കൂറുകളായി അത്ര ശക്തമല്ലാത്ത രീതിയിൽ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ഈ കാക്കനാട് മേഖലയിലൊക്കെ തന്നെ. എന്താണ് ഇപ്പോൾ മറൈൻ ഡ്രൈവിലാണ് ഇപ്പോൾ വിനീത ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. അവിടുത്തെ സാഹചര്യം എന്താണ്? വെള്ളക്കെട്ട് ഏതൊക്കെ മേഖലയിൽ നഗരത്തിലുണ്ട്? പ്രജൻ സൂചിപ്പിച്ചതുപോലെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ മഴ അത് എപ്പോൾ പെയ്യും, എപ്പോൾ കഴിയുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഈ കാക്കനാട് മേഖലകളിലൊക്കെ തന്നെ മഴ ഇങ്ങനെ പെയ്യുകയാണ്. പക്ഷേ ഇപ്പോൾ മറൈൻ ഡ്രൈവ്, MG റോഡ് തുടങ്ങിയ മേഖലകളിലൊക്കെ മഴയ്ക്കൊരല്പം ശമനം വന്നിരിക്കുന്നു എന്നത് മാത്രമല്ല, ഒരു തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ രാവിലെയൊക്കെ ഈ നഗര മേഖലകളിലൊക്കെ വലിയ രീതിയിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. ഈ വെള്ളക്കെട്ടിലേക്ക് വരികയാണെങ്കിൽ പൊതുവേ ഈ ഒരു ചെറിയ മഴ വരുമ്പോൾ തന്നെ കൊച്ചിയിലെ പ്രധാന ഇടങ്ങളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള വെള്ളക്കെട്ട് രൂപപ്പെടാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ മഴയിൽ അതിനൊരു ആശ്വാസമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ MG റോഡിലോ അല്ലെങ്കിൽ ഈ കലൂര് പോലുള്ള വഴികളിൽ, ഈ ചെറിയ താഴ്ന്ന മേഖലകളിൽ ഒരു ചെറിയ രീതിയിലേക്കുള്ളൊരു വെള്ളക്കെട്ട് എന്നതിനപ്പുറം ആ വെള്ളം കടകളിലേക്കോ വീടുകളിലേക്കോ കയറുന്നൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ വലിയ രീതിയിലേക്കുള്ളൊരു ഗതാഗത കുരുക്കിലേക്കോ ഒന്നും തന്നെ ഇത്തവണ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരം അനുസരിച്ച് എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ജില്ലയിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഈ മഴ പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ മുന്നൊരുക്കങ്ങളും ഒക്കെ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേക യോഗങ്ങൾ ചേരുകയും വേണ്ട രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ അവർ നേരത്തെ തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു. അതുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വെള്ളക്കെട്ടിനൊക്കെ ഇത്തവണ ഒരു ആശ്വാസം ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോഴും ഞാൻ ഈ നിൽക്കുന്ന മറൈൻ ഡ്രൈവിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഈ ജലനിരപ്പ് അതൊരല്പം ഇങ്ങനെ ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം ഇങ്ങനെ വരികയാണ്. ഏത് നിമിഷവും മഴ പെയ്തേക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പുറത്തേക്കൊക്കെ ഇറങ്ങുന്നവർ കൃത്യമായും കുട കയ്യിൽ കരുതുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ലൈവ് തുടങ്ങിയപ്പോൾ മഴയ്ക്കൊരു ശമനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പക്ഷേ ഇപ്പോഴത്തെ വീണ്ടും മഴ ചെറുതായി ഇങ്ങനെ പെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ആ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വീണ്ടും മഴ ഇങ്ങനെ ചാറി തുടരുകയാണ്.
ഒപ്പം തന്നെ മലയോര മേഖലകളിലേക്കൊക്കെ പോകുമ്പോൾ ആ മഴയ്ക്കൊരു അല്പം ആശ്വാസമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ രാത്രിയൊക്കെ തന്നെ ചിലയിടങ്ങളിലൊക്കെ തന്നെ മഴ ശക്തമായിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ അങ്ങനെ വലിയ രീതിയിലേക്കുള്ള ഒരു ശക്തമായ മഴ കൊച്ചിയിലില്ല എന്നുള്ളത് തന്നെയാണ്. വെള്ളക്കെട്ടിനോ അല്ലെങ്കിൽ ഗതാഗത കുരുക്കിനോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ മഴ അതിങ്ങനെ പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ പലയിടങ്ങളിലേക്കും തുടരുന്നു. ചിലയിടങ്ങളിൽ ഇപ്പോഴും ചാറ്റൽ മഴ പെയ്യുകയാണ്. ഈ മറൈൻ ഡ്രൈവിൽ ഇപ്പോൾ വീണ്ടും മഴ ഇങ്ങനെ പെയ്തു തുടങ്ങിയിരിക്കുകയാണ്. പ്രജിൻ, ശരി വിനീത. അപ്പോൾ എന്തായാലും കൊച്ചിയിലും മറ്റൊരു സാഹചര്യമല്ല, അവിടെ മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ്. മഴ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ ഉള്ളത്. ഇനി പത്തനംതിട്ടയിലേക്ക് പോകുന്നു. അവിടെ ശ്രീകുമാരൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ എന്താണ് മഴ സാഹചര്യം? പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്യുന്നുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? സമാന സാഹചര്യം തന്നെയാണ്. ഇന്നലെ രാത്രി അർദ്ധരാത്രി ഒരു 12 മണി മുതൽ ശക്തമായ മഴ പല മേഖലകളിലും പെയ്യാൻ തുടങ്ങുകയാണ്. അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടി മഴ കനത്തു പെയ്യുന്നത് പത്തനംതിട്ട നഗരത്തിലും തിരുവല്ലയിലും അടക്കം ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഏതാണ്ട് രാവിലെ മുതൽ തന്നെ മൂടിക്കെട്ടിയ അന്തരീക്ഷം, അത് കോന്നി ആയിക്കോട്ടെ, ലാഹ ആയിക്കോട്ടെ, അട്ടത്തോടായിക്കോട്ടെ, ഏതാണ്ട് പെരുന്നാടക്കമുള്ള മുഴുവൻ മേഖലകളിലും മഴ ചാറി നിൽക്കുകയായിരുന്നു. എന്തായാലും കോന്നിയിൽ അല്പസമയം മുൻപ് അതിശക്തമായ മഴ പെയ്തു എന്ന് അവിടുത്തെ പ്രാദേശിക ലേഖകർ നമുക്ക് വിവരം നൽകുന്നുണ്ട്. ഇതുകൂടാതെ മലയുടെ അടുത്ത പ്രദേശമായ അട്ടത്തോട് ലാഹ മേഖലയിൽ ശക്തമായ മഴ ഈ ഒരു ഘട്ടത്തിൽ പെയ്യുന്നുണ്ട്. എന്തായാലും അച്ചൻകോവിലാറ്റിലും അതുപോലെ തന്നെ പമ്പയാറ്റിലും ക്രമാനുഗതമായി ജലനിരപ്പ് ഉയരുന്നു എന്നൊരു വിവരവും ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നുണ്ട്. പക്ഷേ കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലയോര മേഖലയിൽ കാറ്റ് വീശിയടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന കർശനമായ നിർദ്ദേശം ഇതിനകം തന്നെ നൽകിക്കഴിഞ്ഞു. ജില്ലയിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. റാന്നി, കോന്നി അടക്കമുള്ള താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. അതിനുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആരെയും തന്നെ ഇതുവരെ മാറ്റേണ്ട ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടില്ല. റാന്നി അടക്കമുള്ള മേഖലകളിൽ പമ്പയാറ്റിൽ ജലനിരപ്പ് ഉയരുമോ എന്നൊരു ആശങ്ക ഇതിനകം തന്നെ ഉയർന്നു വരുന്നുണ്ട്. ആ മേഖലയിലൊക്കെ തന്നെ NDRF സംഘത്തിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും അടക്കമുള്ള സേവനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. രാവിലെ മുതൽ ശക്തമായ മഴ തന്നെയാണ്. പക്ഷേ കൂടുതൽ കാഷ്വാലിറ്റീസ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അതിതീവ്രമായ മഴയുടെ ഒരു സാഹചര്യത്തിൽ അതിനേക്കാൾ അപ്പുറമുള്ള ഒരു ജാഗ്രത വേണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയിലാണ്. തിരുവല്ല നമുക്കറിയാം അപ്പർ കുട്ടനാട് ഉൾപ്പെടുന്ന മേഖലയാണ്, നിരണമടക്കമുള്ള മേഖല. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ചെറിയൊരു മഴ പെയ്താൽ മാത്രം മതി വെള്ളം ഉയർന്ന് അത് ജനവാസ മേഖലകളിലേക്കും റോഡുകളിലേക്കും ഒക്കെ ഉയരാൻ. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെയും കൃത്യമായ രീതിയിൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും ജില്ലയിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ പോലും ജില്ല വിട്ട് പുറത്തേക്ക് പോകരുത് എന്ന കർശനമായ നിർദ്ദേശം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു. എന്തായാലും വലിയ തോതിലുള്ള ഒരു ആശങ്കയ്ക്ക് ഇടമില്ലെങ്കിലും ജാഗ്രത തുടരണമെന്ന് ജില്ലാ കളക്ടർ ഇതിനകം തന്നെ അറിയിക്കുന്നു. ശക്തമായ ഇപ്പോഴും പലയിടങ്ങളിലും തുടരുകയാണ്. നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നാണ് ശ്രീകുമാരൻ റിപ്പോർട്ട് ചെയ്തത്. അവിടെയും നല്ല മഴയുണ്ട്. അങ്ങനെ സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളിലും ഇടവിട്ടും അല്ലെങ്കിൽ തുടർച്ചയായും ഒക്കെ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. നേരത്തെ അറിയിച്ച മുന്നറിയിപ്പുകൾ പോലെ തന്നെ മഴ ശക്തമായി വരികയുമാണ്. നെടുമ്പാശ്ശേരി അവയവക്കടത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇന്ന് പുറത്തുവന്നു. 3 വർഷത്തിനിടെ 200-ലധികം പേരെയാണ് അവയവ മാഫിയ ഇറാനിലേക്ക് കടത്തിയത്. അറസ്റ്റിലായ സബിത്ത് നാസർ ഒരു മലയാളി ഉൾപ്പെടെ 20 പേരെ സംഘത്തിന് കൈമാറിയെന്ന് മൊഴി നൽകി. ഇരകളായവരിൽ ഏറെയും സ്ത്രീകളാണ്. പ്രതിയെ അങ്കമാലി കോടതിയിൽ ഉടൻ ഹാജരാക്കുമെന്ന് ആണ് ഏറ്റവും പുതിയ വാർത്ത. വിഷ്ണു സുരേഷ് നൽകും കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. വിഷ്ണു, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ അവയവ മാഫിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൽ ഇന്ന് പുറത്തു വന്ന വാർത്തയുടെ വിശദാംശങ്ങളൊപ്പം തന്നെ ഈ മലയാളികൾ ഉൾപ്പെടെ ഇതിനകത്ത് ഉണ്ട് എന്ന് അറിയുന്നുണ്ട്. അവരുടെയൊക്കെ വിശദാംശങ്ങൾ ഒക്കെ ലഭ്യമായിട്ടുണ്ടോ? ഇന്നലെ പിടിയിലായ സബിത്ത് നാസർ ഈ അവയവ കടത്ത് മാഫിയയുടെ പ്രധാനപ്പെട്ട കണ്ണിയാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സബിത്ത് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 20-ലധികം ആളുകളെ ഇറാനിലെ ആശുപത്രിയിലേക്ക് വൃക്ക നൽകുന്നതിന് വേണ്ടി താൻ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയിരുന്നു. അതിലൊരു പാലക്കാട് സ്വദേശി ഉൾപ്പെടെ 20 പേരുണ്ട്. അതിൽ 19 പേർ ഉത്തരേന്ത്യക്കാരാണെന്നും സബിത്ത് മൊഴി നൽകിയിരിക്കുന്നു. ഈ പാലക്കാട് സ്വദേശിയുടെ പരാതിയിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ പരാതിയിലാണ് സബിത്തിനെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെ CA ഉൾപ്പെടെയുള്ള സംഘം പാലക്കാടെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. സബിത്ത് തൃശ്ശൂരിൽ താമസിച്ചിരുന്ന വീട്ടിലും പോലീസ് സംഘം എത്തി പരിശോധന നടത്തി. 2019-ലാണ് സബിത്ത് ഈ അവയവക്കടത്തിന്റെ ഭാഗമാകുന്നതെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. സബിത്തിന്റെ സഹായികളെ കേന്ദ്രീകരിച്ചും കൂട്ടാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. സബിത്തിനെ അല്പസമയത്തിനകം തന്നെ
കോടതിയിൽ ഹാജരാക്കും. സബിത്ത് മറ്റേതെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതോടൊപ്പം ഈ പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. പ്രജിത്ത്, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് തുടരുകയാണ്. 11 മണിവരെ 23.66% പോളിംഗ് രേഖപ്പെടുത്തി. അമേഠിയും റായ്ബറേലിയും ഉൾപ്പെടെ 49 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. അനിൽ അംബാനി, മായാവതി, പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ആർക്കെ, പോളിംഗ് ആരംഭിച്ച് 5.5 മണിക്കൂർ ആവുന്നു. സമയം ഇപ്പോൾ ഭേദപ്പെട്ട രീതിയിലാണ് പോളിംഗ് നടക്കുന്നത് എന്ന വാർത്തകൾ വരുന്നുണ്ട്. എല്ലായിടങ്ങളിലും ഈ 49 മണ്ഡലങ്ങളിലും ഇത് തന്നെയാണോ സ്ഥിതി? വിവരങ്ങൾ. ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പ്രജിൻ, ഈ ചൂട് ഏതാണ്ട് 47 ഡിഗ്രിയൊക്കെ പല ഇടങ്ങളിലും എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഉത്തർപ്രദേശിൻ്റെ പല മേഖലകളിൽ ഒക്കെ ഇന്നത്തെ ചൂട് 47 ഡിഗ്രിയാണ് എത്തി നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് വോട്ടെടുപ്പിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാധിച്ചിട്ടുണ്ട്. രാവിലെ മികച്ച വോട്ടർമാരുടെ നിര ഈ ബൂത്തുകൾക്ക് മുന്നിൽ കാണാനായിട്ട് സാധിച്ചിരുന്നു. ആദ്യ 2 മണിക്കൂറിനുള്ളിൽ തന്നെ 10%-ത്തിലധികം വോട്ട് രേഖപ്പെടുത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന രേഖകൾ അടിസ്ഥാനപ്പെടുത്തിയാൽ 23.66% പോളിംഗ് ആണ് ആദ്യ 4 മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബീഹാറിൽ 21.11% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ 21.37% വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജാർഖണ്ഡിൽ 26.18%, ലഡാക്കിൽ 27.87% വോട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ വോട്ടിംഗ് സാവധാനത്തിലാണെന്ന് പറയേണ്ടി വരും. 15.93% അവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒഡീഷയിൽ 21.07%, ഉത്തർപ്രദേശിൽ 27.76%, പശ്ചിമ ബംഗാളിൽ 32.70% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന അമേഠിയും റായ്ബറേലിയിലും വളരെ സജീവമായിട്ടുള്ള വോട്ടിംഗ് ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് ആദ്യ മണിക്കൂറുകളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യത്തെ 4 മണിക്കൂറിൽ അമേഠിയിൽ 27.20% പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. റായ്ബറേലിയിൽ 28.10% ആളുകളാണ് ഇതിനകം വോട്ട് രേഖപ്പെടുത്തിയത്. പൊതുവിൽ ഏതെങ്കിലും മേഖലകളിൽ ഒരു വലിയ സംഘർഷം, പശ്ചിമ ബംഗാളിന്റെ പല മേഖലകളിലും ഒറ്റപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ഒഴിച്ചു നിർത്തിയാൽ അങ്ങനെ അത്ര വലിയൊരു സംഘർഷം എന്നൊന്നും പറയാവുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ ഒന്നും എത്തിയിട്ടില്ല. ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾക്ക് ഒപ്പം ഏതാണ്ട് 45ഓളം മണ്ഡലങ്ങളിൽ ഒഡീഷയിൽ ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട്. ശരി, ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനും അസർബൈജാൻ പ്രവിശ്യ ഗവർണറടക്കം ആരും ജീവനോടെ ഇല്ലെന്ന് ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുഹമ്മദ് മൊഖ്ബേർ ഇറാന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേൽക്കും. 50 ദിവസങ്ങൾക്കുള്ളിൽ ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്താനും തീരുമാനമായി. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന് 600 കിലോമീറ്റർ അകലെ ജുൽഫയിലെ വനമേഖലയിലാണ് അപകടം ഉണ്ടായത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും PP ജെയിംസ് നൽകും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. ജെയിംസ്, ഈ അപകടത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന വാർത്ത നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. ഇപ്പോൾ ലഭിക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? ഇറാനിൽ നിന്നും ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്ന വാർത്ത അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? പ്രജിൻ, ലോകത്തെ മുഴുവൻ വലിയ രീതിയിൽ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും അവിടുത്തെ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹായാനും കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. 9 പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. US നിർമ്മിതമായിട്ടുള്ള ബെൽ 212 എന്ന 40 വർഷം പഴക്കമുള്ള ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. ഇറാൻ്റെ അസർബൈജാൻ പ്രവിശ്യയിലാണ് അത് തകർന്നു വീണിട്ടുള്ളത്. സ്റ്റീപ്പായിട്ടുള്ള ഒരു പർവ്വതനിരയിൽ അതിൻ്റെ വാലറ്റം മാത്രമാണ് കത്താതെ പോയിട്ട്, ബാക്കിയൊക്കെ കത്തിക്കരിഞ്ഞു പോയി. വെള്ളയും നീലയും നിറത്തിലുള്ള ഇത് മാത്രമാണ് ഉള്ളത്. 9 പേരും കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രസിഡന്റിനും വിദേശകാര്യമന്ത്രിക്കും ഒപ്പം അവിടുത്തെ പ്രവിശ്യ ഗവർണർ,
അതുപോലെ തന്നെ പരമാധികാരി ആയത്തുള്ള ഖമനിയുടെ പ്രതിനിധി അടക്കമുള്ള 9 പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് 40 വർഷം പഴക്കമുള്ള ഒരു ഹെലികോപ്റ്റർ പ്രസിഡന്റിന് യാത്ര ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തതെന്ന് അറിയില്ല. എന്തായാലും 3 ഹെലികോപ്റ്ററുകൾ കോൺവോയായി സഞ്ചരിക്കുകയായിരുന്നു. അവിടുത്തെ ക്രിസ് കൽസ എന്ന ഡാം ഉദ്ഘാടനം ചെയ്ത ശേഷം അസർബൈജാനി പ്രസിഡന്റിനോട് യാത്ര പറഞ്ഞ് അദ്ദേഹം 30 മിനിറ്റ് സഞ്ചരിച്ചപ്പോഴാണ് ഈ ദുരന്തം ഉണ്ടായത്. എന്തായാലും ഇവരുടെ ഭൗതിക ശരീരങ്ങൾ വീണ്ടെടുത്തിട്ടുണ്ട്. അത് തബ്രിസിലേക്ക് എന്ന നഗരത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇനി സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മൊക്ബീർ അദ്ദേഹത്തെ ആക്ടിംഗ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുന്നു. 50 ദിവസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ അവിടുത്തെ സ്പീക്കർ അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഈ വൈസ് പ്രസിഡന്റ് ഇപ്പോഴത്തെ ആക്ടിംഗ് പ്രസിഡന്റ് അടങ്ങുന്ന സമിതിയായിരിക്കും അതിന് നേതൃത്വം നൽകുക. പുതിയ പ്രസിഡന്റ് ആയിരിക്കും. ആരായിരിക്കും എന്നതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ മുഖ്ബീറിന് സാധ്യത കൂടുതലാണ്. പരമാധികാരി ആയത്തുള്ള ഖമനി പറഞ്ഞിരിക്കുന്നത് ഇവിടെ നയത്തിൽ മാറ്റമില്ല, രാജ്യത്തിലുള്ളവർ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെയാണ്. എന്തായാലും അട്ടിമറി സൂചനകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇസ്രായേലുമായിട്ടും നടക്കുന്ന ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ 300 മിസൈലുകൾ അയച്ച് ആക്രമണം നടത്തിയതിൽ ഇബ്രാഹിം റൈസിക്ക് പ്രധാന പങ്കുണ്ട്. അദ്ദേഹം ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിനു മുമ്പ് ഇസ്രായേൽ സിറിയയിലെ ഡമാസ്കസിൽ ഇറാനിയൻ കോൺസുലേറ്റ് ആക്രമിച്ച് 2 ഇറാനിയൻ ജനറൽമാരടക്കം 11 പേരെ കൊലപ്പെടുത്തിയിരുന്നു. അതിന് തിരിച്ചടിയായിട്ടാണ് ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത്. പക്ഷേ അയൺ ഡോമും അമേരിക്കയുടെ പാട്രിയോട്ടിക് മിസൈലൊക്കെ വെച്ച് അത് തടഞ്ഞു. എന്തായാലും അത് മുന്നോട്ട് പോയില്ല. എന്തായാലും വലിയ ടെൻഷൻ, വലിയ സംഘർഷം നിലനിൽക്കുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ. ഇറാൻ ഹമാസ് യുദ്ധത്തിലെ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ഇറാനാണ് ഹമാസിനും അതുപോലെ തന്നെ ലെബനനിലെ ഹെസ്ബുള്ളയ്ക്കും യമനിലെ ഹൂതികൾക്കും ആയുധം എത്തിച്ചു കൊടുക്കുന്നത്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ഷഹീദ് ഡ്രോണുകൾ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്തതും ഇറാനാണ്. 2 യുദ്ധങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു. വലിയ രീതിയിൽ ലോകക്രമത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നത്. പ്രജിൻ പി ജെയിംസ് ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർത്തിയാവുന്നു.